പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. കാലാടി ഫോർട്ട് കൊച്ചിയും ജനമൈത്രിയും ഫോർട്ട് കൊച്ചിയുടെയും ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. ഗാലാദി ഫോർട്ട് കൊച്ചിയും ജനമൈത്രി പോലീസും സംയുക്തമായി വനിതാ ദിനം ആചരിച്ചു. ഫോർട്ട് കൊച്ചി ASI പ്രിൻസി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ജുള അനിൽ അധ്യക്ഷത വഹിച്ചു. VJ ആൻസി സ്വാഗതം പറഞ്ഞു. PS രാജം മുഖ്യാതിഥിയായി പങ്കെടുത്തു. തുടർന്ന് വിശിഷ്ട അതിഥികളെ ആദരിച്ചു. ബെന്നി ഫെർണാണ്ടസ് ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് സൂംബ ഡാൻസ്, കളരി, മാർഗം കളി തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി. NJ അലോഷി നന്ദി രേഖപ്പെടുത്തി. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. പിന്നലെ നമ്മുടെ മെറീന കുരുക്കളുടെ ഒരു വലിയൊരു പ്രോഗ്രാം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. 120ഓളം വനിതകളെ കളരി പഠിപ്പിച്ചുകൊണ്ട് വലിയൊരു പ്രോഗ്രാം ആയിരുന്നു അത്. ഒത്തിരി ആളുകൾ അത് കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എന്താ എനിക്ക് തോന്നിയ ഒരു കാര്യം, മെറീന ഗുരുക്കളെ പോലെ തന്നെ, അതായത് ഒരു വീട്ടമ്മയായിരുന്നു, അതിൽ നിന്ന് പുറത്ത് രംഗത്തേക്ക് വന്നുകൊണ്ട് വലിയൊരു പദവിയിലാണ് മെറീന ഗുരുക്കൾ നിന്ന് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നതിനെ അർത്ഥവത്താക്കിക്കൊണ്ടാണ് മെറീന ഗുരുക്കളെ പോലെയുള്ള ആളുകളും ഫാബിയോള സിസ്റ്റർ, അതുപോലെ കോവിഡ് കാലത്ത് വീട്ടിൽ ഇരുന്നു കൊണ്ട് സ്വന്തം ശരീരത്തിന്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി എക്സസൈസുകളെല്ലാം ചെയ്തുകൊണ്ട് അത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ ഫലപ്രദമായി വന്നപ്പോൾ മറ്റുള്ളവർക്ക് കൂടി സഹായകരമാവുന്ന രീതിയിലേക്ക് ഒരു സുംബ ക്ലാസ് തുടങ്ങിക്കൊണ്ട് ഒരു സുംബ ഇൻസ്ട്രക്ടറായിട്ട് മാറിയ ഷീല ചേച്ചി, അതുപോലെ തന്നെ നമ്മുടെ മാത്രമേ നമ്മൾക്ക് ഇനിയും മുന്നോട്ടേക്ക് ഉന്നതിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോഴും നമ്മൾ കുറച്ച് പിന്നോക്കം തന്നെയാണ് നിൽക്കുന്നത് എന്നതിനൊരു തെളിവ് ഈ വേദിയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവിടെ സംഘടിപ്പിച്ച എല്ലാവരും പുരുഷന്മാരായിരുന്നു അല്ലേ. നമ്മള് മാഡമുണ്ട്, എന്നാലും കൂടുതൽ പേര് പുരുഷന്മാരെയാണ് ഞാൻ കണ്ടത്. അപ്പൊ കൂടുതൽ ആളുകള് ഉണർവിന് നമ്മുടെ മാഡമുണ്ട്, രാജൻ മാഡമുണ്ട്. എന്നാലും കുറച്ചും കൂടി ഉഷാറായിട്ട് ഒരു വനിതാ മുന്നേറ്റം നമ്മൾക്ക് ആവശ്യമാണ് എന്ന് ഈ വേദി തെളിയിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, നമ്മൾ ഇവിടെ വന്നപ്പോഴും ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് നമ്മുടെ ഇവിടുത്തെ ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.